ട്രംപിന്റെ ആകാശയാത്രയിൽ വൻ സുരക്ഷാ വീഴ്ച. സമഗ്രമായിരിക്കുന്ന അന്വേഷണത്തിന് വൈറ്റ് ഹൗസ് ഉത്തരവിടുകയും ചെയ്തു. ഇന്നലത്തെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ അമേരിക്ക ഏറെക്കുറെ രഹസ്യമാക്കി വെച്ചത് പരസ്യമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വ്യോമയാത്രയിൽ ട്രംപിൻ്റെ യാത്രാ സുരക്ഷയിൽ വീഴ്ച നടന്നു എന്ന് പറയുമ്പോൾ ട്രംപ് യാത്ര ചെയ്തത് ഹെലികോപ്റ്ററിലായിരുന്നു. ഹെലികോപ്റ്ററിനോട് ചേർന്ന് കൊണ്ട് ഒരു യാത്രാ വിമാനം പറന്നു എന്നുള്ളതാണ് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. പല ഘട്ടങ്ങളിൽ ട്രംപിന് നേരെ വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ 4-ലധികം തവണ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ പ്രചരണ സമയത്തും പ്രസിഡന്റ് ആയതിനു ശേഷം പല തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആകാശയാത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററിനോട് ചേർന്നുകൊണ്ട് മറ്റൊരു വിമാനം പെട്ടെന്ന് പ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഇത് മുന്നറിയിപ്പിലുള്ള പിഴവുകളാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളാണോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ആരംഭിച്ചത്. അപ്പോൾ ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ അന്വേഷണം നടക്കുന്നു, ചോദ്യം ചെയ്യുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഹെലികോപ്റ്റർ മറൈൻ 1 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിലാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഒരു വാണിജ്യ യാത്രാ വിമാനം വളരെ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷമായി എന്നാണ് റിപ്പോർട്ടിനകത്ത് പറയുന്നത്. നിർബന്ധമായിട്ടും സുരക്ഷാ അകലം പാലിക്കേണ്ട ഈ മേഖലയിൽ അത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. ആകാശ ദുരന്തത്തിലൊക്കെ പല ഭരണാധികാരികളും കൊല്ലപ്പെടുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പറയുന്ന സമയത്ത് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്രക്കിടെ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ഏതായാലും ഹെലികോപ്റ്റർ തകർന്നിട്ടുണ്ട്, മരണം നടന്നിട്ടുണ്ട്. അത് ഈ പ്രസിഡന്റ് മാത്രമല്ല, ഈ സുരക്ഷാ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, സഹമന്ത്രി ഉണ്ടായിരുന്നു. ഏറ്റവും ഉന്നതരായിരിക്കുന്ന ആ രാജ്യം ഭരിക്കുന്ന ഭരണസമിതിയിലെ ഉന്നതരാക്കപ്പെട്ടവരാണ് അങ്ങനെ മരണപ്പെട്ടത്. കൂട്ടിയിടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമാനമായ സ്ഥിതികളൊക്കെ അവിടെ സംജാതമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്, ഖത്തർ നൽകിയിരിക്കുന്ന വിമാനം അത് പ്രതിരോധ സംവിധാനത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ളതാണ്. അതും ഈ പല ഘട്ടങ്ങളിലായി ഖത്തർ നൽകിയ വിമാനത്തിലാണ് പ്രസിഡന്റ് വരിക, പക്ഷെ തിരിച്ചു പോകുന്നത് അതിലായിരിക്കില്ല. പിന്നെ എമർജൻസി ആയിട്ട് അയാളുടെ തന്നെ വിമാനത്തെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെയാണ് തിരിച്ചു പോകാറുള്ളത്. അതിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത് യൂറോപ്യൻ യൂണിയൻ്റെ സമ്മേളനം ഇവിടെ വെച്ച് തുർക്കിയിൽ വെച്ച് നടന്നിരുന്നു. തുർക്കിയിൽ വെച്ച് നടക്കുന്ന ആ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇറാൻ തുർക്കിക്ക് നേരെ ആക്രമണം ഇതിനു മുൻപ് 2 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം. ആ സമയത്ത് ഖത്തറിൻ്റെ വിമാനത്തിലാണ് തുർക്കിയിലേക്ക് ട്രംപ് എത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടായി, വലിയ ആകാംക്ഷ ഉണ്ടായി, വലിയ ഭയപ്പാടുണ്ടായി. കാരണം പൊടുന്നനെ ട്രംപ് വിമാനം മാറ്റി. എന്തൊക്കെയോ സാങ്കേതിക സംവിധാന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. തൽക്കാലത്തേക്ക് ഖത്തറിൽ തിരിച്ചു പോകുന്നില്ല എന്ന് മാത്രമല്ല, ഏത് വിമാനത്തിലാണ് തുർക്കിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് പോയത് എന്നതിൻ്റെ വിവരം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തുവിട്ടത്. അത് ഈ മേഖലയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഇറാൻ്റെ ചാരന്മാർ എന്നുള്ള റിപ്പോർട്ടാണ് പിന്നീട് അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. എൻവോയ് എയർ ഫ്ലൈറ്റ് 3742 എന്ന യാത്രാ വിമാനമാണ് ട്രംപിൻ്റെ ഹെലികോപ്റ്ററിനോട് ചേർന്ന് പറന്നത് എന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വാഷിങ്ടണിൽ നിന്ന് ഫ്ലോറിഡയിലേക്കാണ് ഈ വിമാനം പറന്നത്. ട്രംപ് ആണെങ്കിൽ ലോസ് ആഞ്ചൽസിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. സുരക്ഷാ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഭയപ്പാട് ഇപ്പോൾ നിലവിൽ ട്രംപിനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ 14 ഭരണാധികാരികളെ അല്ലെങ്കിൽ 14 നേതാക്കന്മാരെ വധിക്കപ്പെടും എന്നുള്ളത് ഇറാൻ പ്രസ്താവനയായിട്ട് പുറത്തുവിട്ടതാണ്.
അതിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും അമേരിക്കയുടെ പ്രസിഡന്റും ഉണ്ട്. ഇപ്പോൾ അവർ പറയുന്ന കാര്യം, തങ്ങളുടെ ഏറ്റവും സമുന്നതനായിരിക്കുന്ന ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തി എന്നതിനാൽ തങ്ങൾക്ക് ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തരായിരിക്കുന്ന ഭരണാധികാരിയെ കൊലപ്പെടുത്താൻ നിശേഷം സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ തരത്തിലാണ് അമേരിക്ക തങ്ങളോട് പ്രതികരിച്ചത് അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയത് എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാഭാവികപരമായി ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന് നിസ്സാരവൽക്കരിക്കരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ട്രംപിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒന്നും ചെറുതായി കാണണ്ട, നമ്മൾ ഇറാനെ ചെറുതായി കണ്ടതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ തിക്തഫലം ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് അവർ പറയുന്നതിനെ നിസ്സാരമായിട്ട് കാണുന്നു വേണ്ട. അമേരിക്കയുടെ പ്രസിഡന്റ്, വെടിയേറ്റ് മരിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള, ഏറ്റവും സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റും അങ്ങനെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന സമയത്ത് നമ്മളത് നിസ്സാരവൽക്കരിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ തേടിയെത്തും എന്നൊക്കെ അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത്, മൊത്തത്തിൽ മറ്റ് ലോക രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് വിദേശ ഡിപ്പാർട്ട്മെൻറ്റ് ട്രംപിനെ വല്ലാത്ത രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. വിലക്കി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നിയന്ത്രണമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണ് സുരക്ഷയുള്ളത് എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല. ഇസ്രായേലിൽ പോലും സുരക്ഷയില്ല എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് നെസറ്റ് കൂടുന്നത് പോലും ബങ്കറിലാണ്. ഏറ്റവും സുരക്ഷമായിരിക്കുന്ന ബങ്കറുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബങ്കർ ബസ്റ്റർ ബോംബ് പോലും ആക്രമിച്ചാൽ തകരാൻ പറ്റാത്ത വിധത്തിലുള്ള ബങ്കറുകൾ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ അകത്താണ് ഇപ്പോൾ ഉപദേശ കാര്യങ്ങളും മീറ്റിംഗ് പോലെയുള്ള, അല്ലെങ്കിൽ പാർലമെൻറ്റ് നെസറ്റ് എന്നാണ് പറയുന്നത്, അത് ചേരുന്നതെല്ലാം ആ മേഖലയാണ്. ഏത് ഭാഗമാണ് എന്നത് ഒരിക്കലും രഹസ്യമായിരിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് റിപ്പോർട്ടായിട്ട് പുറത്ത് വിടില്ല എന്നുള്ളതാണ്. 2 പ്രാവശ്യമോ 2-ൽ കൂടുതൽ പ്രാവശ്യമോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട് ആക്രമിച്ചിട്ടുണ്ട് ഹൂത്തികൾ. ഇറാനാണെന്നും പറയുന്നു, ഹൂത്തികളാണെന്നും പറയുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യമുണ്ട്. അന്ന് ആ സമയത്ത് പ്രധാനമന്ത്രി ഈ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് പരിക്ക് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടത്. അവിടെ അവിടുത്തെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. പരിക്കേൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സൈഡ് സുരക്ഷാ ഭിത്തി തകർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയമായതുകൊണ്ട് പുറത്ത് വരില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ആ രീതിയിലും ആ സാഹചര്യത്തിലും ആ അവസ്ഥയിലൊക്കെയാണ് ഈ മേഖല ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് ചുരുക്കം. അഥവാ ഇപ്പോൾ ഏത് തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയാലും ഏത് തരത്തിലുള്ള മുന്നേറ്റം നടത്തിയാലും നേതൃത്വം നൽകുന്ന ഭരണാധികാരിയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖംനായി കൊല്ലപ്പെട്ടതോടുകൂടി പിന്നീട് വന്ന ആത്മീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന മുജ്തബ അലി ഖംനായി ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇടത്താണ് ഇറാൻ വെച്ചിരിക്കുന്നത്. പാളിപ്പോകാൻ വേണ്ടി പാടില്ല. കാരണം യുദ്ധമാകുന്ന സമയത്ത് നേതൃത്വ നിര വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇറാഖ് യുദ്ധത്തിൽ ലോകം പഠിച്ചതാണ്. നേതൃത്വം തകർന്നതോട് കൂടിയിട്ടാണ് പെട്ടെന്ന് രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിച്ചത്. സദ്ദാം ഹുസൈൻ മാത്രമല്ല, പല ഭരണാധികാരികളെയും ഒന്നുകിൽ അറസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ചാരപ്രവർത്തനത്തോടു കൂടി അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാനോ അവർ തയ്യാറായി എന്ന് പറയുമ്പോൾ യുദ്ധഭൂമികയിൽ സൈനികർ ഒറ്റപ്പെട്ടു പോയ സമയത്ത് വളരെ എളുപ്പത്തിൽ അമേരിക്ക കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിച്ചു. അങ്ങനൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മഹായുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ മുജ്തബ അലി ഖംനായിക്ക് പരിക്കുകളൊന്നും പറ്റാൻ പാടില്ല. ആദ്യത്തെ ആ സ്ഫോടനത്തിൽ ഒരുപാട് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നാണ്. ഇപ്പോൾ അദ്ദേഹം റഷ്യയിലാണെന്ന് ചില റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഇറാനിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇടങ്ങളിലാണെന്ന് പറയുന്നു. ഏത് ഭാഗമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രാവശ്യം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനുമാനം. ചിത്രകാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. അത് ഒന്ന് തെഹ്റാൻ കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. ഒരു പ്രാവശ്യം അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് ഒക്കെ പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് എന്നുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ചില റിപ്പോർട്ടിനകത്ത് അദ്ദേഹം ഇറാനിൽ ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും സുരക്ഷിത കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ സുരക്ഷിതത്തിലാക്കിയ സമയത്ത് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വലിയ ഭയപ്പാടിലാണ്. എത്ര വലിയ സൈനിക സംവിധാന കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് സുരക്ഷ അത്രയും മതിയാകില്ല എന്ന അഭിപ്രായം
നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾക്ക് ഇതിനോട് ചേർത്തിട്ട് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആകാശത്തും ഭൂമിയിലും കടലിലും രക്ഷയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം.